തിരുവചനത്തിലേക്ക് വരുമ്പോൾ നമ്മളെ ഒത്തിരി പരിചയമായിട്ടുള്ളൊരു വചനമാണ്. നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അത് നമ്മുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നമ്മുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നമ്മൾ പ്രാർത്ഥനയുടെ സമയങ്ങളിലൊക്കെയും പറയുന്നൊരു വചനമാണ്. ഏത് പ്രാർത്ഥനാ മീറ്റിങ്ങിൽ ചെന്നാലും ഏത് പ്രാർത്ഥനാ സമൂഹങ്ങളിലും സമയങ്ങളിലും എല്ലാം ഈ വചനം എപ്പോഴും പറയും. നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഒരു നല്ല പദ്ധതിയുണ്ട്. അത് നമ്മുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. എന്നാൽ ഇന്ന് ഈ സമയത്ത് ദൈവം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താണ് നമ്മളെ കുറിച്ചിട്ടുള്ള ആ നല്ല പദ്ധതി? എന്തായാലും കർത്താവ് വചനത്തിലൂടെ പറയുന്നത്, നമ്മളെ കുറിച്ചിട്ട് നല്ല പദ്ധതിയുണ്ട്. അത് നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നുവരെയും ചിന്തിക്കാത്തൊരു വിഷയമാണ്, എന്താണ് നമ്മളെ കുറിച്ചിട്ടുള്ള ആ ക്ഷേമ പദ്ധതി? സ്വർഗം ആഗ്രഹിക്കുന്ന ആ ക്ഷേമ പദ്ധതി എന്താണെന്ന് നമ്മളിൽ പലർക്കും അറിയത്തില്ല. എന്നാൽ ഈ വചനം പറഞ്ഞ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ പലവിധ വിഷയങ്ങളിൽ, പ്രയാസങ്ങളിൽ, വേദനകളിലൊക്കെ കിടക്കുമ്പോൾ, മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഒരു വഴിയില്ലാതെ നിൽക്കുമ്പോൾ, സാമ്പത്തിക പ്രയാസങ്ങളിലും രോഗങ്ങളിലും മക്കളുടെ ഭാവി കാര്യങ്ങളിലും ജോലി മേഖലയിലെല്ലാം നമ്മൾ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും. നമ്മളൊരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ അടുത്ത് ചെന്നാൽ അവരും നമ്മളോട് പറയും, നീ ഭയപ്പെടേണ്ട, കാരണം നിന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു നല്ല പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനല്ല, ക്ഷേമത്തിനാണ്. എന്നാൽ പലപ്പോഴും ഈ പദ്ധതി എന്തെന്ന് നമുക്കറിയത്തില്ല. ഇവിടെ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് എന്താണ് ആ ദൈവപദ്ധതി എന്നാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മളെക്കുറിച്ച് ദൈവം വിഭാവനം ചെയ്യുന്ന പദ്ധതികളെല്ലാം നമ്മുടെ ആത്മീക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഭൗതിക ജീവിതവുമായിട്ടുള്ള പദ്ധതികളായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വാക്കുകളെല്ലാം ഭൗതിക ജീവിതം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല, ആത്മീക ജീവിതവുമായിട്ട് ചേർന്നിട്ടുള്ളതാണ്. ഇവിടെ എന്താണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള ആ നന്മയുടെ പദ്ധതി? ആദ്യ മാതാപിതാക്കളായ ആദവും ഹവ്വയും ദൈവത്തിൻ്റെ വാക്ക് ധിക്കരിച്ചപ്പോൾ ദൈവം പറഞ്ഞൊരു വാക്യമുണ്ട്, ഇവര് തെറ്റ് ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് പോയത് കൊണ്ട് തിരിച്ചു വരവിനായിട്ട് ഞാനൊരു പദ്ധതി ഒരുക്കുന്നുണ്ട്. ആ പദ്ധതി എന്ന് പറയുന്നത് യേശുവിൻ്റെ ഈ ലോക ജീവിതവും നമുക്ക് വേണ്ടിയുള്ള ബലിയർപ്പണവും ഉയർപ്പും ഒക്കെയാണ്. അപ്പോൾ നമ്മളെ കുറിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ ആ നല്ല പദ്ധതി എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വപുത്രനെ നൽകിയ ആ ദൈവത്തിൻ്റെ സ്നേഹമാണ്. നിങ്ങൾക്കായിട്ട് ഞാനൊരു നല്ല പദ്ധതി ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അത് നിങ്ങളുടെ ക്ഷേമത്തിനാണ്, നാശത്തിനല്ല.
എന്തുകൊണ്ടാണ് ദൈവം അത് പറഞ്ഞത്? യേശുവിൻ്റെ കുരിശുമരണവും ഉത്ഥാനവും ഈ ലോക ജീവിതവും നമ്മളെ ഒരുപാട് പഠിപ്പിക്കുകയും ദൈവരാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനും യേശുവിൻ്റെ പാത നമ്മൾ ഓരോരുത്തരും പിന്തുടരുമെന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്ത, മാർഗം കാണിച്ചു തരികയും ചെയ്ത ആ യേശുവിൻ്റെ ജീവിതം നമുക്കെങ്ങനെയാണ് നാശത്തിനും ക്ഷേമത്തിനും കാരണമാകുന്നത്? യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും നമ്മളുടെ രക്ഷയാണ് ദൈവം വിഭാവനം ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് നാശത്തിന് കാരണമാകുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പണിക്കാര് തള്ളിക്കലഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ മൂലക്കല്ലാക്കി വെച്ച് ഭവനം പണിയുകയാണെങ്കിൽ യേശുവിലൂടെ ഒരു ക്ഷേമ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാകും. സ്വർഗീയ ജീവിതയാത്രയിൽ ആ പദ്ധതി നമുക്ക് ക്ഷേമമായിട്ട് മാറും. എന്നാൽ വചനത്തിൽ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല്, ആ കല്ലിൽ തട്ടി തന്നെ പലപ്പോഴും നിങ്ങൾ വീണു പോകുന്നുണ്ട്. ആ വീഴ്ച നമ്മുടെ നാശത്തിന് കാരണമാകും. ചുരുക്കം പറഞ്ഞാൽ യേശുവിൻ്റെ കുരിശുമരണം അതാണ് നമ്മുടെ ക്ഷേമ പദ്ധതി. നമ്മളത് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് ആ യേശുവിൻ്റെ കുരിശിൻ്റെ പാത പിന്തുടർന്നാൽ അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമാകും. പ്രതിഫലം എന്ന് പറയുന്നത് സ്വർഗീയ ജീവിതമാണ്. അത് നമ്മളെ വേണ്ട രീതിയിൽ സ്വീകരിക്കാതെ, കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാതെ, വചനം ഗ്രഹിക്കാതെ ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് മാറി ജീവിക്കുമ്പോൾ അത് നമുക്ക് നാശത്തിനുള്ള പദ്ധതിയാകും. അത് നമുക്ക് നരകത്തിലേക്കുള്ള യാത്രയുടെ പാത തുറന്നു തരും. ഇതാ ദൈവം പഠിപ്പിക്കുന്നത്.